ഞാൻ ചോദിച്ചല്ലോ, സ്പീക്കറോട് ചോദിച്ചല്ലോ, ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് റൂൾസ് ഓഫ് പ്രൊസീജിയറിലെ ഈ നിയമസഭാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിട്ടുള്ള ഒരാളെ, ഏറ്റവും കൂടുതൽ ഈ നിയമസഭാ ചരിത്രത്തിൽ ഞാൻ ചോദിച്ചല്ലോ, ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ്, റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇത് അനുവദിക്കാൻ അനുമതി തരായിരുന്നത്? ഒറ്റ പറയാൻ അനുമതിയില്ല. CPM പ്രതിരോധത്തിലാവുമ്പോൾ അനുമതിയില്ല, സംസാരിക്കാൻ പാടില്ല. ഇത്രയും അതിക്രമവും ഇത്രയും വൃത്തികേടുകളും നടന്നൊരു സംഭവം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നിയമസഭയിലല്ലാതെ എങ്ങനെ പറയും? കൊണ്ടുപോയോ, നിങ്ങൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ തരുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവന്നപ്പോ തന്നില്ലല്ലോ. ഉറപ്പായിട്ടും മുഖ്യമന്ത്രിക്ക് ഇതിൽ മറുപടി പറയാൻ പറ്റില്ല. പ്രതിരോധത്തിലാണ്, CPM പ്രതിരോധത്തിലാണ്. അതുകൊണ്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഒഴിവാക്കി, മുഖ്യമന്ത്രിയുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒഴിവാക്കി കൊടുത്തത്. CPMവും മുഖ്യമന്ത്രിയും പ്രതിരോധത്തിലാകുമെന്ന് ബോധ്യം വന്നതിനെ തുടർന്നാണ് സ്പീക്കറെ ചെയ്തത്. അനീതിയാണ് സ്പീക്കർ ചെയ്തത്. നിയമവിരുദ്ധ, റൂൾസ് ഓഫ് പ്രൊസീജിയറിന് വിരുദ്ധമായിട്ടാണ് ചെയ്തത്. ഞങ്ങൾ ഒരു വയലേഷനും റൂൾസ് ഓഫ് പ്രൊസീജിയറിന്റെ ഇല്ല. ഞങ്ങളുടെ വേർഡിങ്സ് എല്ലാം കറക്റ്റ്. ഞങ്ങൾ നോക്കിയിട്ടാണ് അതൊക്കെ കൊടുക്കുന്നത്. എന്തിനാണെന്ന് ചോദിച്ചിട്ട് മറുപടി പറഞ്ഞല്ലോ. ഉറപ്പായിട്ടും ഗവൺമെന്റാണ് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. ഞങ്ങള് പിന്തുണ കൊടുക്കും, തീർച്ചയായിട്ടും പിന്തുണ കൊടുക്കും. രാഷ്ട്രീയമായ പിന്തുണയല്ല. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവാൻ പാടില്ല. അദ്ദേഹം ഞങ്ങളുടെ പിന്തുണയൊന്നും തേടി വന്നിട്ടില്ല. അവിടെ പ്രഖ്യാപിക്കാനായിട്ട് എന്താണ്, പയ്യന്നൂരിൽ UDF സ്ഥാനാർത്ഥിയാവും ഉണ്ണികൃഷ്ണൻ എന്ന് പറയും. ഒരു ചർച്ചയും UDF അതൊക്കെ എന്തിനാണെന്നറിയാം, പാർട്ടി വിരുദ്ധനാണ് ഇയാളെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുമായിട്ടൊന്നും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞങ്ങളുമായിട്ട് ഒരു ഘട്ടത്തിലും ഞങ്ങളുടെ ഒരു പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതാക്കളുമായിട്ടും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അത് അദ്ദേഹത്തെ ഈ സംഭവം ഉണ്ടല്ലോ, പണ്ട് ശങ്കരാടിച്ചേട്ടന്റെ കഥാപാത്രം പറഞ്ഞതുപോലെ ഒന്നിൽ പറഞ്ഞവരെ നശിപ്പിക്കുമല്ലോ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ. സ്ഥാനാർത്ഥിയാകാൻ പോയതാണ്, മറ്റാളും മറിച്ചാളും ഇവിടുത്തെ പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾക്കെതിരായിട്ടുള്ള ആക്ഷേപമാണല്ലോ മുഴുവൻ. അത് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഞങ്ങൾ ഒരു ചർച്ചയും ഒരു തരത്തിലും ഒന്നും നടത്തിയിട്ടില്ല, ഒരു രീതിയിലും. പക്ഷെ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് CPMന്റെ സ്വഭാവം വെച്ച് ഞങ്ങൾക്കറിയാം. പോലീസ് ജീപ്പിന് പോലീസിനെ കൊല്ലാൻ വേണ്ടി സ്റ്റീൽ ബോംബ് എറിഞ്ഞ നേതാക്കന്മാരുള്ള സ്ഥലമാണ്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കാം? പോലീസിനെ കൊല്ലാൻ ബോംബെറിഞ്ഞ ആളുള്ള സ്ഥലത്ത് പാർട്ടിയെ വിമർശിക്കുന്നവരെ കൊല്ലാൻ എന്തും നടക്കും. ഏരിയ സെക്രട്ടറിയുടെ പ്രഖ്യാപനം തന്നെ ഭീഷണിയല്ലേ? ഞങ്ങളെ മാത്രമല്ലല്ലോ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ അന്വേഷിക്കേണ്ടതാണ്, അതിന്റെ വിവരങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതാണ്. കാരണം അരാഷ്ട്രീയവാദം പറഞ്ഞ് രംഗത്ത് വന്ന് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായിട്ട് രൂക്ഷമായ ആക്രമണം അയച്ചുവിട്ട ഒരാള് നേരം ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് NDAയിലെ ഘടകകക്ഷിയാവുന്നതിനെ കുറിച്ച് ഉറപ്പായിട്ട് അന്വേഷിക്കണം. പ്രത്യേകിച്ച് അദ്ദേഹം ബിസിനസ്സുകാരൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഏതെല്ലാം തരത്തിലുള്ള സമ്മർദ്ദം NDAയിൽ ജോയിൻ ചെയ്യാനുണ്ടായി എന്ന് സമ്മതിക്കണം. അത് നന്നായി. കാരണം അവിടെ 2020 ചേർന്ന പൊതുപ്രവർത്തകരെല്ലാം തിരിച്ചു വരികയാണ്, എല്ലാവരും തിരിച്ചു വരികയാണ്. കാരണം ആ കാപട്യം എന്താണ്, ഇവരുടെ കാപട്യം എന്താണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായി. അരാഷ്ട്രീയവാദം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികളെ വിമർശിച്ച് രംഗപ്രവേശം ചെയ്ത ഒരു പുതിയ സാധനമായിട്ട് വന്നതാണ്. അവസാനം ആരുടെ തൊഴുത്തിൽ പോയാണ് അവസാനം നിന്നെന്ന് മനസ്സിലായല്ലോ. അല്ല, അത് അവർക്ക് ആരെ കിട്ടിയാലും നല്ലതല്ല, ആരും ഇല്ലല്ലോ. NSS ആദ്യം എടുത്ത തീരുമാനവും രണ്ടാമതെടുത്ത തീരുമാനവും NSSന്റെ ആഭ്യന്തരമായ കാര്യമാണ്. അതിൽ കോൺഗ്രസ് നേതാക്കൾ ആരും ഇടപെട്ടിട്ടില്ല, ഇടപെടില്ല. ഞങ്ങള് സമുദായങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാറില്ല. അല്ല, ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. അവരുടെ ആഭ്യന്തര കാര്യം ഇപ്പൊ നമ്മളെ വിമർശിച്ചെന്ന് പറഞ്ഞിട്ട് പോലും നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളെ വിമർശിക്കാൻ സമുദായ നേതാക്കന്മാർക്ക്, പൊതുപ്രവർത്തകർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാ അവകാശമുണ്ട്. സാധാരണ ഒരു മനുഷ്യന് വരെ ഞങ്ങളെയൊക്കെ വിമർശിക്കാൻ അധികാരമുണ്ട്. ഞങ്ങളൊന്നും അസഹിഷ്ണുത കാണിക്കില്ല. അവർ വിമർശിച്ചോട്ടെ. ലീഗിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്തത് NSS. ലീഗ് NSSും SNDPയും തമ്മിലുള്ള സഖ്യം ഇല്ലാതാക്കിയത് ലീഗാണ് എന്നുള്ള SNDP ജനറൽ സെക്രട്ടറിയുടെ ആരോപണം ശരിയല്ല എന്നാണ് NSS ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞാൽ ശരിയല്ല. ലീഗ് അങ്ങനെ ഇടപെട്ടിട്ടേ ഇല്ല എന്ന് പറഞ്ഞു. ലീഗ് എന്ത് ചെയ്യാനാണ് NSSും SNDPയും തമ്മിലുള്ള അല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരെടുത്ത 2 തീരുമാനങ്ങളും അവരുടെ ആഭ്യന്തരമായ കാര്യങ്ങളാണ്. നോ കമന്റ്സ് ഉണ്ട്. ഞങ്ങള് സമുദായങ്ങളുടെ മത കാര്യങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തരമായ കാര്യം, അവർ തീരുമാനം, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് കമന്റും ഒക്കെ പറയുന്നത്? അവരെടുക്കട്ടെ. അല്ല, അതൊക്കെ എല്ലാവർക്കും വ്യക്തമാണല്ലോ. കാര്യങ്ങളെല്ലാം കേരളത്തിന് വ്യക്തമാണല്ലോ. കാര്യങ്ങളെല്ലാം വളരെ ക്ലിയറാണ്. നമ്മൾ പറഞ്ഞെന്തിനാണ് അങ്ങനെ ആക്കുന്നത്? എല്ലാവരും ക്ലിയറാണ്. ഞങ്ങള് അവർ ഒരുമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴും ഞങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു? ഒരുമിക്കട്ടെ, നല്ല കാര്യമൊന്നുമല്ലോ അത്. ഞങ്ങൾക്ക് അതിലൊന്നും വിരോധമില്ല. ഒരുമിച്ചാലും ഭിന്നിച്ചാലും ഒന്നും വിരോധമില്ല. നമ്മൾ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടേണ്ട. സമുദായ കാര്യങ്ങളല്ല നമ്മുടെ ജോലി. അവർക്കൊരു പരാതി ഉണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടപെടും. അവർക്കൊരു ന്യായമായ പരാതി ഏത് സമുദായത്തിനുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ ഇടപെടും, ഉറപ്പായിട്ട് ഇടപെടും.
ഞങ്ങളതിന് ന്യായമായ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആരുടെയും ഒറ്റ കണ്ടീഷനിൽ ഒരാൾ വർഗീയത പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞിരിക്കും. അതിൽ ഒരു വിട്ടുവീഴ്ചയില്ല, ഒരു വിട്ടുവീഴ്ച. നമ്മളെന്തിനാണെന്നേ അത് കാര്യങ്ങൾ വ്യക്തമാണല്ലോ, ക്രിസ്റ്റൽ ക്ലിയർ ആയല്ലോ. ഇപ്പോ അന്തരീക്ഷം വരട്ടെ, പുറത്തു വരട്ടെ. അതായത് ചില പ്രത്യേക ഒരു വർഗീയ ഉണ്ടായിരുന്നു, അതിനൊന്നും കൂട്ടുവെക്കുന്ന ആളുകളല്ല പശ്ചാത്തലമുള്ള സംഘടന. അത് ആ ഒരു വർഗീയവൽക്കരണത്തിനുള്ള ശ്രമം ഇവിടെ ഇല്ലാതായി എന്നുള്ളതിന് കേരളം ആശ്വാസം. ഞങ്ങളാരുമല്ല, അത് ഇത് കേരളം ഞാൻ നോക്കാൻ പറ്റും. ഇല്ലില്ല, അതൊക്കെ തെറ്റായ വാർത്തകളാണ്, തെറ്റായ വാർത്തകളാണ്. ആ വാർത്തകൾക്ക് അടിസ്ഥാനമില്ല, ആ വാർത്തകൾക്ക് അടിസ്ഥാനമില്ല. ഇപ്പൊ മലയാളികളായ ബിസിനസ്സുകാരായിട്ട് ഞങ്ങൾ ഗൾഫിൽ പോയാൽ സംസാരിക്കുന്നു, ഞങ്ങളൊക്കെ എല്ലാവരുമായിട്ട് സംസാരിക്കും. മലയാളികളായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്ത ആളുകളൊക്കെ ആയിട്ട് എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിക്കും. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരോടും സംസാരിക്കും. നമ്മളെ കാണണമെന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ കാണണമെന്ന് പറയും, ഞങ്ങൾ എല്ലാവരോടും സംസാരിക്കും. അതുപോലെ അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു വാർത്ത, അതിലൊന്നൊരു കാര്യമില്ല. അദ്ദേഹം കോൺഗ്രസ് കാര്യങ്ങൾ നിൽക്കാൻ ഞങ്ങളൊക്കെ നിരന്തരമായ സമ്പർക്കത്തിലാണ്. അത്തരം കാര്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല.